ഒറ്റ ഫ്രെയിമിൽ ഭൂമിയെ കണ്ട ശാസ്ത്രലോകം 53 വർഷത്തിനു ശേഷമാണ് ഇത്തരമൊരു ചിത്രം ലഭിക്കുന്നത്. ചന്ദ്രനെ വലം വെച്ചു മടങ്ങാൻ യാത്ര തിരിച്ച ആർടെമിസ് 2 ദൗത്യത്തിൽ നിന്നുള്ള ഭൂമിയുടെ ആദ്യ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഭൂമിയുടെ ഇത്രയും അകലെ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. നാസയിലെ ബഹിരാകാശ യാത്രികനും ആർടെമിസ് 2 കമാൻഡറുമായ റീഡ് വൈസ്മാൻ ഓറിയോൺ ബഹിരാകാശ പേടകത്തിന്റെ വിൻഡോയിൽ നിന്ന് പകർത്തിയ ചിത്രമെന്നാണ് നാസയുടെ വിശദീകരണം. ആർടെമിസ് 2ലെ ബഹിരാകാശ യാത്രികരിൽ നിന്നുള്ള ആദ്യത്തെ ചിത്രങ്ങളാണിവ. ചിത്രത്തിൽ ഭൂമിക്ക് പുറത്തെ പ്രഭാവലയത്തെക്കുറിച്ചും ചർച്ചകൾ ഉയരുന്നുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷമാണ് പ്രഭാവലയം. ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന അന്തരീക്ഷത്തിന്റെ പാളികൾ സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോഴാണ് നേർത്ത വലയം ദൃശ്യമാകുന്നത്. ബഹിരാകാശത്തിന്റെ കറുത്ത പശ്ചാത്തലത്തിൽ നീല നിറത്തിലുള്ള നേർത്ത പാളി ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്നത് കാണാം. ഭൂമിയുടെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്തരീക്ഷം നേർത്തതാണെന്ന് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്നാണ് ഭൂമിയുടെ മനോഹരമായ ചിത്രം എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഏപ്രിൽ 2 പുലർച്ചെയാണ് ആർടെമിസ് 2 വിക്ഷേപണം നടന്നത്. ഒരു ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്തതിനു ശേഷം പേടകം സഞ്ചാരപഥം മാറ്റി ചന്ദ്രനിലേക്കുള്ള യാത്ര ആരംഭിച്ചിരുന്നു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ദൗത്യത്തിൽ ഓറിയോൺ പേടകം ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് തിരിക്കും. പസഫിക് സമുദ്രത്തിൽ തിരിച്ചിറങ്ങുന്ന നിലയിലാണ് ദൗത്യം. SLS എന്ന ഭീമൻ റോക്കറ്റിൽ ഒറയോൺ എന്ന യാത്രാ പേടകത്തിലാണ് സംഘത്തിന്റെ യാത്ര. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.